നമസ്കാരം. ഞാൻ ഇന്നലെ ജനം ചാനലിൽ ഒരു ചർച്ചയിൽ പങ്കെടുത്തു. യാത്രയിലായിരുന്നത് കൊണ്ട് എനിക്ക് സമ്പൂർണ്ണമായി അതിനകത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ പങ്കെടുത്തു. എനിക്ക് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ ചർച്ചയിൽ വളരെ വ്യത്യസ്തരായിട്ടുള്ള വിവിധ സംവിധാനങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തികളുണ്ടായിരുന്നു. അതിലൊരു രവിശങ്കർ ഉണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അറിയില്ല, എനിക്ക് അദ്ദേഹത്തിന് മറ്റൊരു സംവിധാനം അറിയത്തില്ല, അദ്ദേഹം ആരെ പ്രതിനിധാനം ചെയ്യുന്നു എന്നും അറിയത്തില്ല. പക്ഷെ അദ്ദേഹം ഇന്നലെ സംസാരിച്ച് വന്നപ്പോൾ ഒരുപാട് ഫാക്ച്വൽ എററുകളാണ് പറയുന്നത് മുഴുവൻ. അപ്പം ഞാൻ ഈ ഫാക്ച്വൽ എററുകളെ അങ്ങനെയല്ല, ഖണ്ഡിക്കാനല്ല, വാദിക്കാനല്ല, ജയിക്കാനല്ല, തർക്കിക്കാനല്ല, തോൽപ്പിക്കാനല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഹിന്ദു എന്നൊരു വാക്ക് പറഞ്ഞു. ഹിന്ദുക്കളാണ് ഇത് ഈ ബുദ്ധിമുട്ടുന്നത്. ശബരിമല അയ്യപ്പൻ്റെ കാര്യത്തിൽ തുടക്കം മുതൽ എടുത്തു കഴിഞ്ഞാൽ 1950 തീവയ്പ്പായാലും ഇപ്പോഴത്തെ മോഷണമായാലും എന്തായാലും അത് ഹിന്ദുക്കൾ ആണ് ഇതിൻ്റെ ഒന്നാമത്തെ ഇര. ഉടൻ അദ്ദേഹം കയറി പിടിച്ചു, ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചു. ചർച്ച വഴിമാറ്റുക എന്നൊരു ലക്ഷ്യം ആദ്യം മുതലേ പുള്ളിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പിടികൊടുത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് പിന്നൊരവസരമാകാം, അത് തീർച്ചയായിട്ടും നമുക്കൊന്ന് ഇരിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിരിക്കാം. അപ്പോൾ ഇരിക്കാമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ വീഡിയോ നമുക്ക് രവിശങ്കറിന് സമർപ്പിക്കാം. ഡെഡിക്കേറ്റഡ് ടു രവിശങ്കർ. ആരാണ് ഹിന്ദു? ഞാനും കുറച്ച് വർഷങ്ങളായി ആലോചിച്ചുകൊണ്ട് ചിന്തിച്ച് നടക്കുന്ന ഒരു ചോദ്യമാണ്. ആരാണ് ഹിന്ദു? കൃത്യമായൊരു നിർവചനം ഉണ്ടോ? ഹിന്ദുത്വവും ഹിന്ദുവുമായി ബന്ധമുണ്ടോ? എത്ര ആളുകൾ ഹിന്ദുവിൽ വരും? വലിയ ചോദ്യമാണ്. അപ്പം ഞാൻ ലളിതമായി കണ്ടുപിടിച്ച ഉത്തരം, അത് അവസാന ഉത്തരമാവണമെന്നില്ല, ഫൈനൽ ഡെസ്റ്റിനി അല്ല. പക്ഷേ അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ ഗവേഷണത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും പഠിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അറിയുന്നതല്ലേ പറയാൻ കഴിയും. അതിനപ്പുറം ഒരു അറിവുണ്ടാവാം, അപ്പോൾ നമുക്ക് തിരുത്താം. ഗാന്ധിജി പറഞ്ഞ പോലെ ഞാൻ ഹിന്ദു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഭാരതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുരാണത്തിൻ്റെ കഥകളും അവതാര കഥകളൊക്കെ അനുസരിച്ച് പറയുമ്പോൾ ഭരതൻ്റെ നാടായിരുന്ന, ഭരതൻ ഭസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അത് നന്മയുടെ പ്രകാശത്തിൻ്റെ നാടായിരുന്നത്. ഭരതം എന്ന് പറയുമ്പോൾ ഭസിക്കുന്ന എന്നുള്ള അർത്ഥത്തിലല്ല, പ്രകാശത്തിൻ്റെ നാട് എന്നുള്ള അർത്ഥത്തിൽ വരുന്നൊരു ഭൂമിശാസ്ത്ര പ്രദേശം. ആര്യാവർത്തം എന്നും പറയാറുണ്ട്. ഇനി ആര്യന്മാരെ നോക്കുമ്പോൾ ദ്രാവിഡന്മാരില്ലേ എന്ന് ചോദിച്ചു കളയരുത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ഹിമാചൽ പ്രദേശങ്ങൾ, ഇന്നത്തെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബർമ, ബംഗ്ലാദേശ് തുടങ്ങിയ പ്രദേശങ്ങളുടെ കുറേ ഭാഗങ്ങൾ, ഇറാൻ്റെ കുറേ ഭാഗങ്ങൾ, ഇതെല്ലാം ചേരുന്നൊരു ഭൗമശാസ്ത്ര പ്രദേശം. അവിടെ 2 തരത്തിൽ ആളുകളുണ്ടായിരുന്നു. 2 തരത്തിലുള്ള ഉണ്ട് എന്നുള്ള വാദവും തർക്കവും നിലക്കുന്നുകൊണ്ടാണ് ഞാൻ 2 തരം ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞ് എല്ലാവരും ഒരുപോലെ അങ്ങ് അംഗീകരിച്ചാൽ പിന്നെ 2 തരം എന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ 2 തരത്തിൽ വാദിക്കുന്നവരുണ്ട്. ഒന്ന്, സമ്പൂർണ്ണമായ ആളുകൾ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണ്, വനാന്തരങ്ങളിൽ നിന്ന്. അപ്പോൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ വനാന്തരങ്ങളിലും ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ആളുകളുണ്ട്. ഏതായാലും കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവർ 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ താമസിച്ചിരുന്നു. അവരിൽ നിന്നാണ് ഋഷിമാരും ആചാര്യന്മാരും ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടായത്. ആ രാജ്യത്തേക്കാണ് പേർഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനും അല്ലാതെയുമൊക്കെ മാലിക്കിൻ്റെ നേതൃത്വത്തിലൊക്കെ ഇവിടെ ചേരമാർ പള്ളിയുടെ കഥകളൊക്കെ ഉണ്ട്. 1700 വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങൾ വന്നു. ഇവിടെ ഉണ്ടായിരുന്നവർ 2 കൈ നീട്ടി അവരെ സ്വീകരിച്ചു. സെൻറ്റ് ജോൺസിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തീയ മത പ്രചരണത്തിന് വേണ്ടി ഒത്തിരി ആളുകളിവിടെ വന്നു, അവരെ സ്വീകരിച്ചു. പിന്നെ ഒരുപാട് ആളുകൾ വന്നു, ആക്രമണത്തിനും അല്ലാതെ. പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, അങ്ങനെ പിന്നെ ഒരുപാട് ആളുകൾ വന്നു. ഇവരെല്ലാം 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു ജനത. അവരെ പേര് ഹിന്ദു ആണെന്ന് വന്നത് സിന്ധു നദീതടത്തിൻ്റെ, ഇപ്പൊ പറയുന്നു സരസ്വതി നദി ഇതാണെന്ന്, അതിൽ ഒരു വാദ തർക്കമുണ്ട്. എന്തായാലും സിന്ധുവിൻ്റെയോ സരസ്വതി നദിയുടെ പോഷക നദിയാണ് സിന്ധു എന്നും ഒരു വാദമുണ്ട്. നദിയുടെ തീരത്ത് താമസിച്ചിരുന്നവരെ അറബികളാണ് സിന്ധുകൾ എന്ന് പേരിട്ടെന്നും അത് ലോപിച്ച് ഹിന്ദു ആയതാണെന്നും പറയുന്നു. ഇതാണ് ഇതിനെ സംബന്ധിക്കുന്ന ചരിത്രപരമായ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും സിന്ധു നദിയുടെ സരസ്വതി നദിയുടെ തീരത്ത് കുറച്ച് ആളുകൾ താമസിച്ചിരുന്നു. അതൊരുപക്ഷെ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരാകാം, കുറച്ച് പേർ ഇവിടെ ഉണ്ടായിരുന്നവരാകാം. അവർ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചു. അവർ പരമാത്മാവിൽ
അതുപോലെ തന്നെ പുനർജന്മത്തിൽ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ചൊരു ജനത. പിന്നെ അവർ ക്ഷേത്രാരാധന വിശ്വസിച്ചു, വിഗ്രഹാരാധന വിശ്വസിച്ചു, അങ്ങനെ വിശ്വസിച്ച് വന്നൊരു ജനത. ആ ജനത ബൈഫർക്കേഷനിലൂടെ വേറെ അത് മാത്രം പോരാ, പുതിയ ചിന്തകൾ വേണമെന്ന് അതിനകത്തുള്ള ചിന്തകന്മാരുണ്ടായി. ആ ചിന്തകന്മാരിൽ ബുദ്ധനുണ്ടായി, ജൈനനുണ്ടായി, അങ്ങനെ ഒരുപാട് ചിന്തകന്മാരുണ്ടായി. അദ്വൈതത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്, ആദിശങ്കരനെ പോലെയുള്ള വേദാന്തത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്, അങ്ങനെ ഒത്തിരി ആളുണ്ട്, ഋഷീശ്വരന്മാരൊക്കെ ഉണ്ട്. അതങ്ങോട്ട് നിൽക്കട്ടെ. ആ ജനവിഭാഗത്തെ പറയുന്ന പേരാണ് ഹിന്ദു. ഇനി ആരൊക്കെ ഹിന്ദു അല്ല എന്ന് പറയുമ്പോൾ ഈ രവിശങ്കറിന്റെ ഉത്തരവാകും. സെമറ്റിക് മതത്തിൽ വിശ്വസിക്കുന്ന, ജന്മം കൊണ്ട് മുസ്ലിം എന്നും അല്ലെങ്കിൽ ഇസ്ലാം എന്നും വിശ്വസിക്കുന്ന, സുന്നത്തുമൊക്കെ ചെയ്ത് അവരുടെ നബിയെ ദൈവമായി കണ്ട് ആചരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകനായി കണ്ട് ആചരിക്കുന്നവരൊന്നും ഈ വിഭാഗത്തിൽ വരില്ല. യേശുവിനെ ചിന്തിച്ച് ആചരിച്ച് ബഹുമാനിച്ചു പോകുന്ന ഒരു വിഭാഗവും ഇതിനകത്ത് വരില്ല. ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കി ആസ്തികനും നാസ്തികനും സകല ആളുകളും ഈ ഹിന്ദു എന്ന വിഭാഗത്തിൽ വരും. ഇതാണ് സാങ്കേതികമായി പറയുന്നത്. അതിൽ ആസ്തികനുണ്ട്, നാസ്തികനുണ്ട്, എല്ലാവരും ഉണ്ട്, ചാർവാക സംവിധാനമുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി രണ്ടാമതൊരു വിഭാഗം, ഒരു കാഴ്ചപ്പാടുണ്ട് ഇന്ത്യയിൽ. അത് ഞാൻ പറഞ്ഞത് ബ്രിട്ടീഷുകാരൊക്കെ എഴുതി വെച്ചിട്ടുള്ള സെൻസസിലൊക്കെ പറയുന്ന കാഴ്ചപ്പാടാണ്. ജാതി മതമൊക്കെ എഴുതുന്ന ഒരു കാഴ്ചപ്പാടാണ്. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. ഇനി ഭാരതത്തിൽ ജീവിക്കുന്ന ആര് ഭാരതത്തിൽ ജീവിക്കുന്നുണ്ടോ അവരെല്ലാം ഈ ഹിന്ദു എന്ന് പറയുന്ന, ഈ സിന്ധു എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്നവരായതുകൊണ്ട്, ഹിന്ദു എന്ന് പറയുന്ന പ്രദേശത്തിൽ ഉള്ളവരായതുകൊണ്ട്, ഹിന്ദുവായ ആ സ്ഥലത്തുള്ളവരായതുകൊണ്ട് അവരെല്ലാം ഹിന്ദുക്കളാണ്. അങ്ങനെ ഒരു വിശാല അർത്ഥത്തിൽ ഒരു ഹിന്ദുക്കൾ കുറച്ചുണ്ട്. ഞാൻ ഈ പറഞ്ഞ സാങ്കേതിക അടിസ്ഥാനത്തിലുള്ള ഹിന്ദുക്കളുമുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒഴിവാകുന്നവർ, സാങ്കേതിക അടിസ്ഥാനത്തിൽ ഒഴിവാകുന്നത്, മുസ്ലിങ്ങൾ ഒഴിവാകും, ക്രിസ്ത്യാനികൾ ഒഴിവാകും. സാങ്കേതികമായിട്ട് പറയുമ്പോൾ ബുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഉപമതമായി നിൽക്കും. ജൈനന്മാരൊക്കെ അങ്ങനെ നിൽക്കും. ഇനിയൊരു വിഭാഗം ഒഴിവാകും. അതായത് ഹിന്ദു വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരുന്നവർ, ക്രിസ്ത്യൻ വിഭാഗത്തിലുണ്ടായിരുന്നവർ, മുസ്ലിം വിഭാഗത്തിലുണ്ടായിരുന്നവർ, ഞങ്ങൾക്ക് മതമില്ല, ജാതിയില്ല എന്ന് പറഞ്ഞ്, മതേതരവാദികൾ എന്ന് പറഞ്ഞ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദികൾ എന്ന് പറഞ്ഞ് മാറിയ ഒരു വിഭാഗമുണ്ട്. അവരും ഹിന്ദുക്കളല്ല. പക്ഷെ പേരുകൊണ്ട് അവർ ഹിന്ദുവിൻ്റെ പേരൊക്കെ വരും, മുസ്ലിമിൻ്റെ പേര് വരും, ക്രിസ്ത്യാനികളുടെ പേര് വരും. ഇപ്പം രവിശങ്കർ കേട്ട് കഴിഞ്ഞാൽ ഹിന്ദു അല്ലേ എന്ന് തോന്നും. അല്ല, അദ്ദേഹം ഹിന്ദുവല്ല. എന്നാൽ ക്രിസ്ത്യാനിയാണോ? അല്ല. മുസ്ലിമാണോ? അല്ല. പിന്നെ ആരാണ് അദ്ദേഹം? അദ്ദേഹം മതേതരക്കാരനാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മതമില്ല, ജാതിയില്ല, അങ്ങനെ ഒന്നുമുള്ള ആളല്ല. അപ്പൊ അങ്ങനെ ഒരു വിഭാഗക്കാരും ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് അത് കമ്മ്യൂണിസ്റ്റുകാരാണ് കൂടുതൽ. പിന്നെ ഒരു വിഭാഗമുണ്ട്, കപട ഹിന്ദുക്കളുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് ജാതിമത സംഘടനകളിലൊക്കെ NSS പ്രവർത്തിക്കുക, SNDP പ്രവർത്തിക്കുക, സകല ജാതിമത സംഘടനകളിൽ പ്രവർത്തിക്കുക, കൃഷ്ണനിൽ വിശ്വസിക്കുക, പരമശിവനിൽ വിശ്വസിക്കുക, അയ്യപ്പനിൽ വിശ്വസിക്കുക, സകലതിലും വിശ്വസിക്കുക, കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്ന ഈ വൈരുദ്ധ്യ ഭൗതികവാദ സംഘടനകളിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ഒരു കപട ഹിന്ദു മതേതരവാദികളുമുണ്ട്. ഇങ്ങനെ 3-4 വിഭാഗമാണ് ഹിന്ദുവിലുള്ളത്. എന്തായാലും ആര്യാവർത്തത്തിലെ എന്ന് പറയുമ്പോൾ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ അറബിക്കടൽ വരെ തീരം വരെയുള്ള ആസേത് ഹിമാചലം വരുന്ന ഭൂമിശാസ്ത്ര പ്രദേശത്ത് താമസിക്കുന്ന ആരും ഹിന്ദു എന്ന നിർവചനത്തിൽ വരുമെന്നുള്ള വിശാലമായ കാഴ്ചപ്പാടും, എന്നാൽ സൗകര്യങ്ങൾക്ക് കണക്കെടുക്കുന്നതിന് വേണ്ടി, എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരടക്കമുള്ളവർ ജാതി സെൻസസിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ക്രിസ്ത്യാനികളല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത മറ്റ് വിഭാഗക്കാരെല്ലാം വരുന്ന, എന്നാൽ ഇപ്പൊ 3-ാമതൊരു ക്ലാസ് കൂടി വരുന്നു, ക്രിസ്ത്യൻ അല്ലാത്ത, മുസ്ലിം അല്ലാത്ത, ഞാൻ ഈ പറഞ്ഞ വൈരുദ്ധ്യാത്മ ഭൗതികവാദത്തിൽ വരുന്നവർ അല്ലാത്ത എല്ലാവരെയുമാണ് ഹിന്ദു എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ചർച്ചയ്ക്ക് രവിശങ്കറിന്റെ മുന്നിൽ വെക്കുന്ന ഒരു നരേഷൻ. ഇനി നമുക്ക് ഈ ചർച്ച തുടരാം. ഒന്നിച്ചിരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ശ്രീ രവിശങ്കറിന് അയച്ചു കൊടുക്കുന്നതാണ്. ഒരേ സമയം ആദിശങ്കരന്റെയും ചട്ടമ്പിസ്വാമികളുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും വിവേകാനന്ദന്റെയും ഒക്കെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കുകയും, ശ്രീനാരായണ ഗുരുദേവന്റെ ഒക്കെ ഫോട്ടോ വീട്ടിൽ വെച്ച് പൂജിക്കുകയും, അതേസമയം തന്നെ ഹിന്ദുവിനെ മുട്ടിന് തെറിവിളിക്കുകയും ചെയ്യുന്ന, ഹിന്ദു എന്ന് കേട്ടാൽ ഉടൻ ഹാലിളകുന്ന, ഹിന്ദു എന്ന വാക്ക് കേട്ടാൽ ഉടൻ വർഗീയതയാണെന്ന് പറഞ്ഞ് ഹാലിളകുന്ന കപട മതേതര ഹിന്ദുക്കളും ഭാരതത്തിലുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഈറ്റില്ലം കേരളമാണ്. ഒരു കയ്യിൽ അവർക്ക് എന്തുണ്ട്? ഞാൻ ഈ പറഞ്ഞ എല്ലാ ആചാര്യന്മാരെയും എടുത്തു വയ്ക്കും. അവർ എല്ലാ ഹിന്ദു നവോത്ഥാനവും എല്ലാം അവരെടുത്തു വെക്കും. മറുകയ്യിൽ കമ്മ്യൂണിസ്റ്റ് പുസ്തകം എടുത്തിട്ടില്ല. കാരണം അത് നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എടുക്കാൻ പറ്റത്തില്ല. രണ്ടും കൂടി
മോരും മുതിരയുമാണ്, ഒന്നിച്ചു പോകുന്നതല്ല. ഒന്ന് വൈരുദ്ധ്യാത്മ ഭൗതികവാദം, മറ്റൊന്ന് ആത്മീയ ചിന്തകളടക്കമുള്ള പുരാണങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും ഒക്കെ ചിന്തിക്കുന്ന മറ്റൊരു ചിന്താധാരയാണ്. രണ്ട് ചിന്താധാരയാണ്. ഈ രണ്ട് ചിന്താധാരയിൽ നിൽക്കുന്നവർ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോയി ഉദരം നിമിത്തം ബഹുകൃത വേഷം, നമുക്ക് കിട്ടണം പണം.